കഴിക്കാനായിട്ട് പുഴുക്ക് കൊണ്ടുവന്നു. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുടിലുകൾ കെട്ടി താമസിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കണ്ടില്ലേ, ഒരുപാട് കുടിലുകളുണ്ട്. കുടിലിൻ്റെ ഫ്രണ്ടിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാ സുഖവും സൗകര്യവും മാറ്റി വെച്ച് ഇങ്ങനെ കുടിലുകൾ കെട്ടി താമസിക്കുന്നത് പണ്ട് തൊട്ടേ ഇവിടെയുള്ള ഒരു ചടങ്ങാണ്. ചേട്ടാ, ഇവിടെ ലാസ്റ്റ് എന്നാണ് ഉത്സവം? അടുത്ത വെള്ളിയാഴ്ച. പറയാനുള്ള എന്തോ ഒരു പ്രത്യേക ഒരു കാറ്റ് കണ്ടോ ഇവിടെയൊക്കെ, എന്തോ ഒരു പ്രത്യേക ഒരു അനുഭവം പോലെ, എന്തോ പ്രത്യേക ഒരു ഒരു തണുപ്പും എന്ന് വെച്ചാൽ ബേക്കിൽ ബീച്ചാണ്. ബീച്ച് ചുമ്മാ അല്ല, അപ്പൊ അതിന്റെ ആ ഒരു കാലാവസ്ഥയുടെ മാറ്റം നല്ല രസമുണ്ട്. അത്രയും പ്രശസ്തമായ ഒരു ക്ഷേത്രമല്ലേ, നല്ല രസമുണ്ട്. ഇവിടെ വന്ന് കുറച്ചിരുന്നപ്പോ നമ്മള് വേറെ സ്ഥലത്ത് പോയി നിൽക്കുന്നല്ല. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടാ ഇവിടെ. ഇത് ഇവിടെ ഉണ്ടാക്കുന്നതാണോ? കുടില് ഉണ്ടാക്കുന്നോ? കൊല്ലം ചവറ ശങ്കരമംഗലത്തിറങ്ങിയാണ് നമ്മൾ കാട്ടിൽ മേൽക്കതിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ ഉത്സവം നടക്കുകയാണ്. വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ബസ്സൊക്കെ ഇറങ്ങി ചെങ്കാറിലൊക്കെ കയറി കടന്ന് വേണം ക്ഷേത്രത്തിൽ പോകാനുള്ള ആ ഒരു യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. കണ്ടില്ലേ, നല്ല വൈബുള്ള ഒരു കിടുക്കാച്ചി സ്ഥലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുടില നേർച്ചയാണ്. കുടിലുള്ളവരുണ്ടാകുന്നതാണ്. ഇങ്ങനെ അവർക്ക് വേണ്ടി മാത്രമല്ല, മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തു വിടും. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കും ഇത് ഭജനം നേർച്ചയ്ക്ക് വന്ന് കിടക്കുന്നവരാണ് എനിക്ക് ചുറ്റുമുള്ളത്. കണ്ടില്ലേ, അപ്പം ഈ പുഴുക്ക് കുടിലുണ്ടാകുന്നതാണ്. നല്ല പുഴുക്ക് കേട്ടോ. അപ്പോൾ ഞാനേ കഴിച്ചോളൂ. നമ്മുടെ ക്യാമറാമാൻ ഇത് കഴിക്കാതെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ക്യാമറാമാനും വിശന്ന് നിൽക്കുകയാണ് കേട്ടോ. ഞാനും ഇപ്പം പുഴുക്ക് കുറച്ചുകൂടെ കഴിക്കട്ടെ. ആ കപ്പ കൊണ്ടുപോയി ഏട്ടാ. അല്ല, കൊണ്ടുപോട്ടു കുഴപ്പമില്ല. അല്ല, നീ കഴിച്ചോന്നില്ല. ഇത് നമ്മളെ ക്യാമറാമാന് നേർച്ചയ്ക്ക് വേണ്ടി ഇന്ന് മതി. അമ്മ കഴിച്ചോ മതി. നമ്മുടെ ക്യാമറാമാൻ രാഹുലിന് കഴിച്ചോ. മൈക്ക് എൻ്റെ ഇരിക്കുകയാണ്. അപ്പൊ അമ്പലത്തിൽ വരെ പുഴുക്കും കിട്ടുകയും ചെയ്തു. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടാ, നല്ല അടിപൊളി. സൂപ്പർ, എന്താ നല്ല രസം. ആഹാരമുണ്ട്. അങ്ങനെ രാഹുലിന് പുഴുക്ക് അവര് തിരിച്ചെടുത്തോണ്ട് പോയി അമ്മ കേട്ടാ. നമ്മള് ആ പാത്രത്തിൽ പിന്നെ ഒരു പുഴുക്ക് തിരിച്ചെടുത്തതാണ്. ഞാൻ ചെന്ന ക്യാമറ എടുത്തിരുന്നപ്പോ അപ്പൊ അമ്മ എടുത്തോണ്ടാണ് തീർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ നെടിവിള ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭജനയ്ക്ക് വന്നിരിക്കുന്നത്? എങ്ങനെയുണ്ട് ഇവിടത്തെ ഈ ഒരു അനുഭവം, കാഴ്ച? ഇവിടെ എല്ലാം നല്ല ഡീസന്റ് ആയിട്ട് പോകുന്നുണ്ട്. നല്ല അന്തരീക്ഷം, നല്ല സമീപനം. നമുക്ക് എല്ലാവരോടും മാറും. അത് വേണ്ടി വന്ന നമുക്കെന്തോ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചുണ്ടെങ്കിൽ അത് അമ്മ മാറ്റി തരും. കാലാവസ്ഥ കാണുമ്പോഴേ അറിയാം. അതാണ് എനിക്ക് എന്റെ പുഴുക്ക് വീണ്ടും വന്നു. ഭജനരിക്കുന്നവര് പുഴുങ്ങന്മാര് പുഴുങ്ങി എല്ലാവർക്കും വരുന്നവർക്കെല്ലാം ഇങ്ങനെ കൊടുക്കും. കിഴങ്ങ് ചമ്മന്തി ഉണ്ടായിരുന്നു. ചമ്മന്തി ഉണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ പുഴുക്ക് നേർച്ചയാണ് സംഭവം. ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുക. അമ്മ എടുത്ത് കൊടുക്കുന്നുണ്ടല്ലേ. നമ്മൾ പരവൂരിന്നാണ്. ഈ ഒരു ഭാഗത്താണ് മണി കെട്ടുന്നത്. കണ്ടില്ലേ, ഈ ഒരു കൂവള മരത്തിന് കീഴെയായിട്ട് ഒരുപാട് മണികൾ. ഈ ഓരോ മണിക്കും ഓരോ ആഗ്രഹങ്ങളുടെ കഥ പറയാനുണ്ടാവും. അതുപോലെ കണ്ടില്ലേ, ആയിരക്കണക്കിന് മണികളാണ്. ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് മണികൾ കാണും. പക്ഷെ വർഷങ്ങളായിട്ട് ആൾക്കാർ ഇവിടെ കെട്ടിവരുന്ന മണികളാണ്. ആ മണിനാദം ഇവിടെ എപ്പോൾ വന്നാലും നമുക്ക് കേൾക്കാൻ പറ്റും. എപ്പോഴും ഈ ഒരു അമ്പലത്തിൽ വരുമ്പം ഈ ഒരു മണിനാദം ഇവിടെ ഇങ്ങനെ മുഴങ്ങി നിൽക്കും. കാറ്റത്തൊക്കെ ഇങ്ങനെ അടിക്കുന്ന ഒരു സൗണ്ട് ഈ ഒരു അമ്പലത്തിന് ചുറ്റും അങ്ങനെ കാണും. കുട്ടികളൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്ര പെരിഞ്ചനം ടീമിൻ്റെ അമരക്കാര്. കണ്ടില്ലേ, എത്ര മണികളെന്ന് നോക്കിയത് കിട്ടിയിരിക്കുന്നത്. ഇവിടെ മണികെട്ട് അമ്പലം എന്നായിരുന്നു പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് പേര് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി മണികെട്ടാൻ വരുന്ന ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പുറകിൽ കടലാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ പുറകിൽ കടലാണ്. കുട്ടികളൊക്കെ കണ്ടില്ലേ, ഇവരൊക്കെ ഇവിടെ കുടിലുകെട്ടി താമസിക്കുന്ന കുട്ടികളാണ്. കുട്ടികളെന്ന് വെച്ചാൽ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരൊക്കെ കാണും ഇതിൻ്റെ അകത്ത്. അവരുടെയൊക്കെ കൂടെയുള്ള കുട്ടികളാണ്. അവർ ഓടിച്ചാടി കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ എന്തോ കുടമൂര എന്നൊക്കെ എഴുതി. ഇവിടെ എനിക്ക് തോന്നുന്നു കടകളും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, രാവിലെ തുറക്കുന്ന. അതുപോലെ ഈ
അമ്പലത്തിന്റെ പേര് കാട്ടിൽ മേക്കതിൽ എന്ന് പറഞ്ഞ് മണികെട്ട് അമ്പലം എന്നും പറഞ്ഞ് പ്രശസ്തിയായ ഒരു അമ്പലം കൂടെയാണ്. ഇവിടെ മണികെട്ട് നേർച്ച അങ്ങനെ എന്തോ ഉണ്ട്. മണി കെട്ടിയാൽ ആഗ്രഹം സാധിക്കും. അങ്ങനെ അത് കുറെ പേര് അടുപ്പിച്ച് 7 മാസം 7 ആഴ്ച ഇങ്ങനെയൊക്കെ മണി കെട്ടുന്നവരൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെയും കുറെ കുടിലുകളുണ്ട്. കണ്ടില്ലേ, അപ്പൊ ഇവിടെ കുറെ പോലീസുകാരും ഡ്യൂട്ടിക്ക് ഇരിപ്പുണ്ട്. സംഭവം എനിക്ക് തോന്നുന്നു ഫുള്ള് സേഫ്റ്റി ആണില്ലേ. അപ്പം പിന്നെ അതാണ് ഇവിടെ നിറച്ച പോലീസുകാരാണ്. ഉത്സവമല്ലേ, അപ്പൊ ഇവിടെ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അപ്പോഴത്തേക്ക് അതിനുള്ള സേഫ്റ്റി കാണും. ഇതാണ് ഈ ഒരു കുടിലിൻ്റെ ഒരു ഫ്രണ്ട് വശം വരുന്നത്. ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് സിറ്റ് ഔട്ട് പോലെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ. സംഭവം അത് കൊള്ളാം. ഇവിടെ താമസിക്കുകയും ചെയ്യാം, ഇവിടെ ഉത്സവം കാണുകയും ചെയ്യാം. താമസിച്ച് ഉത്സവം കണ്ട് ഇപ്പൊ ഇവരൊക്കെ ചിലപ്പം വലിയ വലിയ വീടുകളിൽ നിന്ന് വരുന്നവരായിരിക്കും. ഭജന മണവെന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. അപ്പം ഇത് ക്രമനമ്പരാണ് വീടിൻ്റെ. ഭജനമഠം എന്ന് പറയുന്നത് ഈ ഓരോ കുടിലിൻ്റെയും പറയുന്ന പേര് ഭജനമഠം എന്നാണ്. അതിൻ്റെ ക്രമനമ്പർ 750 മുതൽ 769 വരെ. അപ്പം കണ്ടില്ലേ, ഓരോ കുടിലിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ കുടിലുകളുടെ നമ്പരാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു കണ്ട വിളക്കുണ്ട്, വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നു. എല്ലാ കുടിലിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് വിളക്ക്. അപ്പം ഈ കുടിലുകളുടെ നമ്പരാണ് എല്ലാത്തിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇവരാരും ഉറങ്ങിയിട്ടില്ല, അതാണ് വലിയ കാര്യം. ഇത്രയും സമയമായിട്ട് ഉറങ്ങിയില്ല, ഇപ്പോഴും ഉണർന്നിരിക്കും. അതാണ്. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോ പിന്നെ എങ്ങനെ ഉറക്കം വരുന്നത്? അതും നമ്മളെ കാട്ടിൽ മേൽക്കതിൽ ഭഗവതിയുടെ മുന്നിൽ. ഇവിടെ കണ്ടില്ലേ, കുടിലുകൾ രണ്ടും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഭാഗമാണ്. ഈ ഒരു ക്ഷേത്രത്തിലെ ഒരു ചടങ്ങാണ്. വൃശ്ചികത്തിന് ഇങ്ങനെ കുടിൽ കെട്ടി ഇവിടെ താമസിക്കുന്നു. എല്ലാ കുടിലിൻ്റെ ഫ്രണ്ടിലും ഇതേ കണക്ക് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യുന്ന സ്പോട്ടാണ്. കണ്ടില്ലേ, എത്ര ചാർജർ നോക്കി. ഇവിടെ ഭജന ഇരിക്കാൻ വരുന്നവരൊക്കെ ചാർജ് ചെയ്യുന്ന സ്പോട്ടാണ്. ഒരുപാട് സ്റ്റാളുകളുണ്ട്. നമ്മുടെ കാട്ടിൽ മേൽക്കതിൽ ക്ഷേത്രത്തിലോട്ട് കയറി വരുമ്പം വൃശ്ചികോത്സവം നടക്കുവാണ്. ഗംഭീരമായ കാഴ്ചകളാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് രാത്രി 10-11 മണിയോളമായി. എന്നിട്ടും ഇവിടുത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ ചായയടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല, അതെന്ത് സർബത്താണെന്ന് കേട്ടോ, അടിക്കുന്ന സർബത്ത്. അടിപൊളി. അത് അത്രയും ദൂരത്തുനിന്ന് ഒഴിച്ചിട്ട് അത് കൃത്യമായിട്ട് വീണണ്ട സംഭവം. ആ പത മുകളിലും അടിയിൽ മറ്റേ വെള്ളവും, ആ പാല് മുകളിലും മറ്റേ വെള്ളം. അത് ശരി, കുഴപ്പമില്ല, വിഷയമാകത്തില്ല. ഇത് കുടിച്ചാൽ ഇവിടെ കായലടുത്തുള്ളതുകൊണ്ട്. നമ്മളിങ്ങനെ ഈ സർബത്ത് ഉണ്ടാക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ ബൂസ്റ്റ് ഇടുന്നുണ്ട്, ഇപ്പുറത്ത് അതിൽ ഹോർലിക്സ് ഇട്ട്. അപ്പം ബൂസ്റ്റ് സർബത്ത് അങ്ങനെ വല്ലതും ആയിരിക്കും. ആ മുകളിൽ പാലും താഴെ വെള്ളം പോലെ ഇങ്ങനെ കിടക്കുന്നു. കണ്ടില്ലേ, ഇതെന്തോ ഒരു വെറൈറ്റി സർബത്താണെന്ന്. രാവിലെ അങ്ങോട്ട് മാറിയെന്നു വേണ്ട. ഇത് ഇപ്പം കുലുക്കിയടി തുടങ്ങാൻ പോവുകയാണ്. ഇപ്പം കറക്കി ഇങ്ങോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അടിപൊളിയായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുത്തി കുത്തി ആ മേശ ഉണ്ടോ, മേശ നല്ല ഓട്ട വീണിരിക്കുകയാണ്. ഓട്ടയല്ല, മറ്റേ ഞണങ്ങി പണങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ കുത്തുന്ന ആ ഭാഗമാണ്. അടിപൊളി. ഈ കുലുക്ക് കാണാനായിട്ട് കുറേ പേരുണ്ട്. ഇവർക്ക് ഇപ്പോഴേ കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. ഇവർ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഊരാൻ പറ്റുന്നില്ല കേട്ടോ. ഗ്ലാസ് കണ്ടില്ലേ, അത് ടൈറ്റായിപ്പോയി. അത് ഒരെണ്ണം ഊരി. അങ്ങനെ നമ്മൾ ചെറുകൻ്റെ കുലുക്കി സർബത്തടിയും കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. ചെറുകൻ്റെ കുലുക്കിയടി കൊള്ളായിരുന്നില്ലേ, കുലുക്കിയടി. നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി. ഇത്രയും സമയമായിട്ട് തിരക്കിനൊരു കുറവില്ല കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഇവിടെ കടകൾ, ഒരുപാട് കടകളുണ്ട്. പക്ഷേ ഇത് ഷൂട്ട് ചെയ്യാൻ നിന്നാൽ ഇതിനു വേണ്ടി മാത്രം നമ്മൾ ഒരു എപ്പിസോഡ് മാറ്റി വെക്കേണ്ടി വരും. കടകളിൽ കണ്ടില്ലേ, ഒരുപാട് കടകളുണ്ട്. നമ്മളെ കൈകൊട്ടി ടീമിൽ കുറച്ച് പേര് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഇനി തൃശ്ശൂർ എത്തണം. നക്ഷത്ര പെരിഞ്ചനം തൃശ്ശൂർ എത്തണ്ടേ അവർക്ക്. അത് ആ പൊടിക്കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞ് പെരിഞ്ചനം എന്നല്ല, പെരിയനം അങ്ങനെ കണ്ടാണ് അതിൻ്റെ ഉച്ചാരണം. തൃശ്ശൂർക്കാർ ക്ഷമിക്കുക, അതിൻ്റെ കറക്റ്റ് പേര് നമുക്ക് വരുന്നില്ലല്ലേ.
കറക്റ്റ് പേരേ പെരിഞ്ചന. അത് തൃശ്ശൂരുള്ളവർക്കേ കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ? ഇവിടെ കണ്ടില്ലേ ഫെസ്റ്റ് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കുട്ടികളുടെ പാർക്കും കളിക്കുന്ന സെറ്റപ്പും എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പം കുട്ടികളെ കൊണ്ടുവന്നാൽ ഇതിൻ്റെ അകത്ത് കറങ്ങാം. കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. പക്ഷേ ഈ കുതിര, ആ കുതിര എവിടെ? ഇതാണ് ആ കുതിര. വെള്ളം കണ്ടാൽ നിൽക്കുമോ ഈ കുതിര? പക്ഷേ ഇത് പക്ഷെ കൈ ഇങ്ങനെ ആട്ടി വിട്ടാൽ പോലും ഈ കുതിര നിൽക്കൂല. കണ്ട ആടി ആടി നിൽക്കും. ഇത്രയും മെഷീൻ ഓഫ് ആക്കിയിട്ടാണ് അത് മാത്രം കറങ്ങുന്നു. എന്താ അഹങ്കാരം ഇരുന്നിട്ടാണില്ലേ? ആളില്ല, അത് കറങ്ങുമെന്ന് കാണിക്കുകയായിരിക്കും. അത് കറണ്ടിലല്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ അവൻ വെറുതെ ഇറക്കൂ കറണ്ട് ബില്ല് കളയാൻ. അല്ല, ഒരു 2 പൊടിക്കൊച്ചുങ്ങൾ ഇരിക്കുന്നു കേട്ടോ. ഈ സംഭവം കൊള്ളാം. കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ അവരെയൊക്കെ കയറ്റും. ഇത് നൈസ് സാധനം കേട്ടോ. രാഹുലിനെ വലിയവരെ അതിനകത്ത് കയറ്റൂലെന്ന്. ഈ ഐറ്റം കൊള്ളാം. ടിക്കറ്റ് എടുത്ത് കയറി. ഇത് അധികം സ്പീഡും ഇല്ല, കുട്ടികൾക്ക് പേടിയാവത്തുമില്ല, നല്ല രസമായിട്ട് ഇരിക്കുകയും ചെയ്യാം അല്ലേ. അതുകൊണ്ട് 2 പേര് ഇരിക്കുന്നുണ്ട്. അത് ചോട്ടാ ഭീം. ഞാനിപ്പോൾ ഈ പിള്ളേർ കാർട്ടൂൺ കാണുന്നതുകൊണ്ട് ഇതെല്ലാം പഠിച്ച് വരുന്നുണ്ട്. ട്രെയിൻ 2 കൊച്ചു കുട്ടികൾ അതിലിരിപ്പുണ്ട്. കാണിച്ച് ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ കുട്ടിക്കാലം ഓർമ്മ വരുന്നില്ലേ? നമ്മളെ കുട്ടിക്കാലത്ത് ഞാൻ ഇതിൽ കയറിയിട്ടില്ല. ഇപ്പം നമ്മളെ ഇതിൽ കയറ്റത്തുമില്ല. ഇതുവഴി കയറ്റി അവർ അപ്പുറത്തൂടെ ഇറക്കി വിടും. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ ചേട്ടാ ഇത് കൊച്ചു പിള്ളേരെല്ലാം കയറ്റൂ. കൊച്ചു പിള്ളേർക്കുള്ളതല്ലേ? അതല്ല, പ്രായം കൊച്ചു പിള്ളേരല്ലേ, അത് എല്ലാവർക്കും കയറാമോ? എല്ലാവർക്കും കയറാം. ഈ എല്ലാവർക്കും കയറാം. ഞാൻ വിചാരിച്ചു നമ്മളെ ഇറക്കി വിടുമെന്ന്. ടിക്കറ്റ് എടുക്കണം. പക്ഷേ ഇത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. അതുകൊണ്ട് നമ്മൾ കയറൂല. സംഭവം ഇത് പാവ് ബജിയാണ്. പാവ് ബജി അല്ലേ? പാവ് ബജി, കിടക്കാച്ചി. അത് തന്നെ ഉണ്ടാക്കുന്ന ആള് പാവായോണ്ടായിരിക്കും പാവ് ബജി എന്ന് കിട്ടി. ഒരുപാട് സംഭവമുണ്ട്. कितना पाव भाजी? पाव भाजी 80 80 रुपये 2 में, एक पीस में 40, एक पीस में 10, 2 पीस में 80 रुपये. 2 പീസ് ആകുമ്പോഴത്തേക്ക് 80 രൂപ വരും. അതാണ് നമ്മൾ കഴിച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യ പാവ് ഭാജി. ഓക്കെ, അടിച്ചുപൊളിയോ. കണ്ടില്ലേ, നമ്മുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. ചൂണ്ട ക്രിയേഷൻസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പേര്, നമ്മുടെ ഇത് വരും. പുതിയ ഫാൻസാണ്. വീഡിയോ ഇടും, കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ കട. ആ ഓക്കെ ഓക്കെ, ഇതാണ് ഇവരുടെ കട. നിങ്ങൾ കാട്ടിൽ മേൽക്കതിൽ ക്ഷേത്രത്തിൽ വരുന്നെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ ഒരു പാവ് ബജി കടയുണ്ട് കേട്ടോ. ഇതാണ് ഇവരുടെ കട. നമ്മുടെ ക്ഷേത്രത്തിലോട്ട് പോണ വഴിക്ക് ഇവർക്ക് ഇവിടെ ഒരു പാവ് ബജി കടയുണ്ട്. ഇത് ചന മസാല. പാനിപൂരിയും ഉണ്ട് കേട്ടോ. ഇത് പാനിപൂരിയുടെ മസാല. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. ഇത് വെള്ളം ഇവിടെ കട്ടിൽ മേക്കട്ടിൽ ടെമ്പിളില് എല്ലാവരും വരണം. നല്ല സൂപ്പർ ടേസ്റ്റ് പാനിപൂരി. സ്പ്രിംഗ് പൊട്ടറ്റോ ഉണ്ട്, പൈനൽ പൊട്ടറ്റോ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ ടേസ്റ്റ് ചെയ്യുക. നമ്മുടെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ് എന്ന് വെച്ചാൽ ഈ ഒരു ബേൽപൂരി എല്ലാം സംഭവം ചെക്ക് ചെയ്യുക. ഏതായാലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. മറ്റാറ്റാ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ സിനിമയുടെ നത്താണ്. നമ്മുടെ ചാർജും എല്ലാം തീർന്നു. നമുക്ക് അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും വണക്കം. മിക്സ് മീസ് സുമാരൻ സൈനിങ് ഓഫ്. കൂടെ രാഹുൽ രാജ്.